കഴിഞ്ഞ വെള്ളിയാഴ്ച എൻ്റെ റൂം ജിപ്സം ചെയ്യാൻ വന്ന സമയത്ത് ഞാൻ ഈ അൽഫ് എന്നുള്ള പെർഫ്യൂം 2 സ്പ്രേ അടിച്ച് ഇതിൻ്റെ പണി നടക്കുന്ന സ്ഥലത്ത് പോയ സമയത്ത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഈ ഇന്റീരിയർ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവൻ എന്നോട് ചോദിച്ചു ഈ ഏത് ബഹൂറാണ് പുകയിപ്പിച്ചിട്ടുള്ളത്, കാരണം അങ്ങനത്തെ ഒരു ഊതിൻ്റെ ബഹൂറിൻ്റെ സ്മെല്ല് വരുന്നുണ്ടെന്നാണ് ആൾ എന്നോട് പറഞ്ഞത്. ആൾക്ക് ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടപ്പെട്ട് എന്നോട് പറഞ്ഞു ഇതെന്തെങ്കിലും ഡീക്കാൻഡോ എന്തെങ്കിലും ആക്കി ചെറിയ കുപ്പിയിലാക്കി എനിക്ക് തരണം. ഞാൻ ചോദിച്ചു എനിക്ക് ഈ സ്മെല്ല് ഇഷ്ടപ്പെട്ടോ ചോദിക്കാൻ കാരണം ആൾ ഇതേപോലെ ഈ ക്രീഡ വെൻഡസിന് ഫ്രഷ് ടൈപ്പ് ഫ്രാഗ്രൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് കേട്ടോ. ഇനി എൻ്റെ കൂടെ നടന്നിട്ട് ഊതി ഇഷ്ടപ്പെട്ട് വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഏതായാലും ഞാൻ ഡിക്കേൻ്റെ കൊടുത്തു, ആ ടാഗ് ചെയ്യുന്നുണ്ട്, വേണമെങ്കിൽ ചോദിച്ചു നോക്കിട്ടോ. ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. കാരണം ഇത് ജനങ്ങൾ ഏറ്റെടുക്കുമോ, അവരുടെ ഫീഡ്ബാക്ക് എന്തായിരിക്കും എന്നുള്ളത്. അവർ തന്നെ എനിക്ക് ഒരുപാട് ഫീഡ്ബാക്ക് ഒരുപാട് വോയിസ് അയച്ചു തന്നിട്ടുണ്ട്. വേണമെങ്കിൽ ചില വോയിസ് വേണമെങ്കിൽ ഞാൻ കേൾപ്പിച്ചു തരാം. നമ്മുടെ ഈ റിവ്യൂർ പറഞ്ഞ പോലെ ഈ അൽഫിനില്ല ഒരു പ്രത്യേക നോട്ടാണ്. പിന്നെ ഓഫീസിൽ അത് അടിച്ചു, പിന്നെ എന്റെ ക്യാബിൽ മൊത്തം ഈ സ്മെല്ലായി. അത് കഴിഞ്ഞ ഉടനെ ഒരു ലോക്കൽ ലേഡി വന്നു, അവിടെ എന്നോട് എന്ത് ബഹൂറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ബഹൂർ അല്ല ഈ സാധനമാണെന്ന് പറഞ്ഞു. അവിടെ ഇതിന്റെ ഫോട്ടോ ഒക്കെ എടുത്തോണ്ട് പോയിട്ടുണ്ട്. കണ്ടില്ല, ചിലർക്ക് ഇതൊരു ബഹൂറിന്റെ ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഞാൻ ഇപ്പൊ ഈ വീഡിയോ മേക്ക് ചെയ്യുന്ന ഫസ്റ്റത്തെ ഹെഡ് ലൈനർ തന്നെ ആയിരിക്കും ഇന്റീരിയർ ഡിസൈനർ. ഞാനിത് അടിച്ച സമയത്ത് ഇത് ബഹൂർ പുകയിപ്പിച്ചാണ് ചോദിച്ചത്. ഓഡിയൻസിന് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. വെരി ഹാപ്പി. ഇങ്ങനത്തെ ഫീഡ്ബാക്ക് കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം. സാധനം കിട്ടി, ഒരു രക്ഷയില്ല. പൊളി സ്മെല്ല്, പൊളി പ്രൊജക്ഷൻ. രാവിലെ അടിച്ചാണ് പ്രൊജക്ഷൻ. ഇപ്പോഴും ഇങ്ങനെ അടിക്കുക. നമുക്കൊരു 2-3 മാടി വേണമല്ലോ. അപ്പോൾ ഊത് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എസ്കാലോ ഈ സാധനം നിങ്ങളുടെ കളക്ഷനിൽ മസ്റ്റ് ആയിട്ട് വെച്ചോളി.